പലപ്പോഴും പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ്. കാരണം പറയുമ്പോൾ ന്യൂജൻ പിള്ളേർ കളിയാക്കും എന്നറിയാം, തന്ത വൈബെന്ന് പറയുമെന്നറിയാം. അതുകൊണ്ട് പറയാതെ വെച്ച കാര്യം ഇനിയും പറയാതിരുന്നാൽ നമ്മുടെ പിള്ളേർ പിടിവിട്ടു പോകും എന്നതുകൊണ്ട് ഇത് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ് പറയാതെ വെച്ച ഈ വിഷയത്തിലേക്ക് എന്നെ പിന്നെയും പിടിച്ചു വലിച്ചത്. അതിതാണ്, ഡേറ്റിംഗ് ആപ്പ് വഴി MDMA വിൽപ്പന നടത്തിയ കേസിൽ സന്തോഷ് ട്രോഫി മുൻ താരം നജീബ് ഖാൻ അറസ്റ്റിലായി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് 4 ഗ്രാം MDMAയുമായി ഇദ്ദേഹം എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത്. ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ എന്നെ അതിശയിപ്പിച്ചൊരു വാർത്തയായിരുന്നു അത്. ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച താരം ഇപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ സീനിയർ സൂപ്രണ്ട്. 50 വയസ്സുകാരനായ ഇയാൾ എന്തിനിത് ചെയ്തു എന്ന് ഞാൻ അതിശയിച്ചു പോയി. നജീബ് ദിവസങ്ങളായി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അത്രേ. ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിക്കുന്ന MDMA ഇയാൾ നിരവധി പേർക്ക് വിൽക്കുന്നതായി എക്സൈസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതിനുവേണ്ടി ഇയാൾ യുവാക്കളെ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് കണ്ടെത്തിയിരുന്നത്. നജീബ് ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല മയക്കുമരുന്ന് വിൽപ്പനക്കാരും ഇടപാടുകാരെ കണ്ടെത്തുന്നത് ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ്. അതിലേറെയും യുവാക്കളാണ്. തൽക്കാലം നജീബ് ഖാനും മയക്കുമരുന്നും വിൽപ്പനയും ഒക്കെ ഇവിടെ വിടാം. വിഷയം ഡേറ്റിംഗ് ആപ്പുകളാണ്. ഡേറ്റിംഗ് ആപ്പുകൾക്ക് വേറെ എന്ത് പ്രശ്നം എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമില്ല. പരസ്പരം പരിചയപ്പെടാനും പ്രണയിക്കാനും ഒക്കെയുള്ള ആപ്പാണ്. ദേശഭാഷകൾക്കപ്പുറമായി സൗഹൃദം കണ്ടെത്താവുന്ന ആപ്പുകൾ. പക്ഷേ സൗഹൃദ പ്രണയ സല്ലാപങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ ചതിക്കുഴികൾ ഏറെയുണ്ട്. ഒരു സംഭവം കൂടി പറയാം. സംഭവം നടന്നത് അടുത്ത കാലത്ത് വിശാഖപട്ടണത്താണ്. അവിടെ ഒരു നാവികോദ്യോഗസ്ഥൻ്റെ ഫ്ലാറ്റിലേക്ക് പോലീസ് ഇരച്ചെത്തുന്നു. ഫ്ലാറ്റിലെ ഫ്രിഡ്ജിൽ കഷ്ണങ്ങളാക്കി നുറുക്കിയ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. നാവികോദ്യോഗസ്ഥൻ പിടിയിലാകുന്നു. സംഭവം ഇങ്ങനെയാണ്. വിവാഹിതനായ ഈ സൈനികൻ ഒരു യുവതിയുമായി ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്നു. പരിചയം പ്രണയത്തിലാകുന്നു. ഭാര്യയില്ലാത്ത നേരത്ത് ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. സെക്സ് എല്ലാം വിശദമായി കഴിഞ്ഞു. പിന്നെയാണ് യുവതി തനിനിറം കാണിക്കുന്നത്. പണം തന്നില്ലെങ്കിൽ പടി ഇറങ്ങില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ചോദിച്ച തുക ചെറുതൊന്നുമല്ല, വലിയ തുക. പണം തന്നില്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുമെന്ന് യുവതി. ഭാര്യ വന്നാൽ പ്രശ്നമാകുമെന്ന് നാവികോദ്യോഗസ്ഥൻ. ഭാര്യ വരട്ടെ, കാണട്ടെ, നിങ്ങളുടെ തനിനിറം അറിയട്ടെ എന്ന് യുവതി. അവിടെ വെച്ചുണ്ടാകുന്ന കലഹത്തിനിടയിൽ ഇയാൾ യുവതിയെ കൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. ഇവിടെയും വില്ലൻ ഡേറ്റിംഗ് ആപ്പാണെന്ന് ഞാൻ പറയും. കാരണം ഇതുവഴി പരിചയപ്പെടുന്നവർക്ക് തമ്മിൽ ചാറ്റിലൂടെയല്ലാതെ അറിയില്ല. ചാറ്റിലെ മാന്യനും ഉദാരമതിയും സൽസ്വഭാവിയുമായ കാമുകനോ കാമുകിയോ അല്ല നേരിൽ കാണുമ്പോഴുള്ള പ്രകൃതം. അവിടെ അപസ്വരങ്ങളുണ്ടാകുന്നു, അനിഷ്ടങ്ങളുണ്ടാകുന്നു. അത് ദുരന്തമായി മാറുന്നു. 3 വർഷം മുമ്പ് നടന്ന ഡൽഹിയിലെ ശ്രദ്ധാ വാഡ്കർ കൊലക്കേസ് പലരും ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാകും. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയവും പ്രണയവും പിന്നെ ലിവിങ് ടുഗദറുമായ അപ്താ പൂനെവാലയെ ശ്രദ്ധയെ പിന്നീട് 35 കഷ്ണങ്ങളാക്കി നുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രാത്രി 2 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി പലപ്പോഴായി കാട്ടിൽ പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചത് ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ പോലീസിനെ ഞെട്ടിച്ചത് അഫ്താബിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോഴാണ്. ഡേറ്റിംഗ് കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണുണ്ടായത്. വാസ്തവത്തിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഡൽഹിയിലും ഹൈദരാബാദിലുമെല്ലാം ഇതൊരു സ്ഥിരം സംഭവമാണത്രേ. ശ്രദ്ധയെ കൊലപ്പെടുത്തിയ ശേഷം ഒട്ടേറെ പെൺകുട്ടികളുമായി പ്രതി ഇതേ ഫ്ലാറ്റിലെത്തിയിരുന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എല്ലാവരെയും കണ്ടെത്തിയത് ശ്രദ്ധയെ പരിചയപ്പെട്ട അതേ ഡേറ്റിംഗ് ആപ്പിലൂടെയും. എന്ന് മാത്രമല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശ്രദ്ധയുടെ പ്രത്യേകം അറുത്തുമാറ്റിയ തല ഇയാൾ ഫ്രിഡ്ജ് തുറന്ന് പലതവണ നോക്കുകയും അത് സംതൃപ്തി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു കോൾ സെൻ്ററിലെ ജോലി ചെയ്തിരുന്ന അഫ്താബ് കാഴ്ചക്ക് മാന്യനും സുന്ദരനും സൽസ്വഭാവിയുമാണ്. ഓഫീസിലും ആർക്കും കുറ്റം പറയാനില്ലാത്ത പ്രകൃതം. ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ വലയിലാണ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്ന പല യുവതികളും എത്തിപ്പെടുന്നത്. പെട്ടുകഴിഞ്ഞാൽ പിന്നെ പെട്ടു, പുറത്ത് പറയാനും പറ്റാത്ത അവസ്ഥയിലാകും. അത് ഇവർക്കും അറിയാം. ഡേറ്റിംഗ് ആപ്പിൽ അംഗമാകുന്നതും ഇതിലൊക്കെ തന്നെ വേണ്ടിയാണ്, വെറുതെ പറയുന്നതല്ല. ഡേറ്റിംഗ് ആപ്പുകളിൽ അംഗങ്ങളാകുന്നതിനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിന് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ഹെൽത്ത് സൈക്കോളജി അടുത്തിടെ ഒരു പഠനം നടത്തിയിരുന്നു. അതനുസരിച്ച് ചെറുപ്പക്കാരല്ല, മധ്യവയസ്കരാണത്രേ ഡേറ്റിംഗ് ആപ്പുകളിലെ സജീവ ഉപയോക്താക്കൾ. മിക്കവരും ഇതിൽ സജീവമാകുന്നത് കാഷ്വൽ സെക്സ്, അതായത് ഒരു കരാറിൻ്റെയോ ഉറപ്പിൻ്റെയോ ബന്ധത്തിൻ്റെയോ പേരിൽ അല്ലാതെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ആസ്വദിക്കുക, മടുത്താൽ ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. യഥാർത്ഥത്തിൽ ഇതിലൂടെ തങ്ങൾ കാഷ്വൽ സെക്സാണ് ആഗ്രഹിക്കുന്നതെന്ന് തുറന്നു പറയാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു മടിയും ഇല്ല എന്നുമാണ് പഠനം വ്യക്തമാക്കുന്നത്.
അപ്പോൾ ഡേറ്റിംഗ് ആപ്പിൻ്റെ പ്രധാന ലക്ഷ്യം സെക്സ് ആണ്. ഇനിയും മറ്റൊരു ഡേറ്റിംഗ് ആപ്പ് സംഭവം പറയാം. അതിൽപ്പെട്ടത് എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. സുന്ദരിയായൊരു യുവതി കക്ഷി ഡേറ്റിംഗ് ആപ്പിലൂടെ അവരെ പരിചയപ്പെടുന്നു. ആ പരിചയത്തിനിടയിൽ പണം നൽകിയാൽ സെക്സിന് സമ്മതിക്കാമെന്ന് യുവതി ഉറപ്പു നൽകുന്നു. 30,000 രൂപയുടെ കരാറിൽ യുവതി ഇയാളെ കൊല്ലത്തുള്ള തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുന്നു. കക്ഷി കൊല്ലത്ത് യുവതി പറഞ്ഞ സ്ഥലത്തെത്തി വിളിച്ചു. അപ്പോൾ പണത്തിൻ്റെ ഏർപ്പാടൊക്കെ എൻ്റെ ഭർത്താവാണ് കൈകാര്യം ചെയ്യുന്നത്, മൂപ്പയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഫ്ലാറ്റിന് താഴെ പറഞ്ഞ പ്രകാരം ഇയാൾ എത്തുന്നു. 30,000 രൂപ വാങ്ങുന്നു. ഫ്ലാറ്റ് നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞ് വരും, അതുവരെ എൻജോയ് ചെയ്തോളൂ, ബെല്ലടിക്കണ്ട, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, തുറക്കാം എന്ന് പറഞ്ഞ് അയാൾ സ്ഥലം വിടുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് മധുര പ്രതീക്ഷകളോടെ ആവേശത്തോടെ കക്ഷി പറഞ്ഞ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറക്കാൻ നോക്കുന്നു. തുറക്കുന്നില്ല. ബെല്ലടിക്കുന്നു. പ്രായമായൊരു സ്ത്രീ വന്ന് കതക് തുറക്കുന്നു. യുവതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് അവരെ പരിചയമേയില്ല. ആ ഫ്ലാറ്റിലുള്ളത് മാന്യമായി താമസിക്കുന്ന ഒരു കുടുംബമാണ്. കക്ഷി യുവതിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. നമ്പർ സ്വിച്ച് ഓഫ്. ഇളിഭ്യനായി തിരിച്ചു പോരുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഡേറ്റിംഗ് ആപ്പുകളിലെ സ്ഥിരം തട്ടിപ്പും സ്ഥിരം പാറ്റേണുമാണിത്. എന്നിട്ടും യാംപാറ്റകളെപ്പോലെ പല സ്ത്രീലംഭടന്മാരും പെട്ടുപോവുകയും ചെയ്യുന്നു. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്ത് മുഴുവനും വ്യാപിക്കുന്ന ഒരാപത്താണ് ഇത്. ടിൻഡർ പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ കണ്ടുമുട്ടിയ സൗഹൃദങ്ങളിലൂടെ പണം നഷ്ടപ്പെട്ടതായി ഒന്നല്ല 100 കണക്കിന് ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. ടിൻഡറിൽ മാത്രമല്ല, ബംബിളിലും പിഞ്ചിലും ഗ്രിൻഡറിലും റായയിലും പ്ലന്റി ഓഫ് ഫിഷിലും ഒക്കെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി കെണിവെച്ച് പലരും ഇരിപ്പുണ്ട്. കണ്ടു മോഹിച്ച് പലരും ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്റർപോൾ ഇന്ത്യ ഉൾപ്പെടെ 194 അംഗരാജ്യങ്ങൾക്ക് ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പുകൾ കരുതിയിരിക്കണമെന്നും കുട്ടികളെ അതിൽപ്പെടാതെ സംരക്ഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി മറ്റൊരാപത്ത്. നമ്മുടെ സമ്മതമില്ലാതെ തന്നെ നമ്മുടെ മോഫ് ചെയ്ത ഫോട്ടോകളും മറ്റും ദുരുപയോഗം ചെയ്യുന്നതിന് ഡേറ്റിംഗ് ആപ്പ് സൗഹൃദങ്ങൾ കാരണമാകുന്നുണ്ട് എന്നതാണ്. ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി തൻ്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് MP നുസ്രത് ജഹാൻ കൊൽക്കത്ത പോലീസിൽ പരാതി നൽകിയത് പലരും ഓർമ്മിക്കുന്നുണ്ടാകും. ഇനിയും എത്രയോ സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ തന്തവൈബ് എന്നൊക്കെ പറയാം, പക്ഷേ പറയാതിരിക്കാനാവില്ല. ഡേറ്റിംഗ് ആപ്പ് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നത് തടയുക. കുട്ടികൾ എതിർക്കും, പഴഞ്ചന്മാരെന്ന് പറയും, കളിയാക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ പറയാതിരിക്കാനാവാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ന്യൂജൻ ദയവായി ക്ഷമിക്കുക.